ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന ഒന്നാണ് മരുന്നുകൾ. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ സ്വയം ചികിത്സ നടത്തി അനാവശ്യ മരുന്നുകൾ കഴിക്കുന്ന പ്രവണത മലയാളികൾക്കിടയിലുണ്ട്. സ്വയം ചികിത്സ നടത്തുമ്പോൾ മരുന്നിന്റെ പ്രവർത്തനം മൂലം രോഗലക്ഷണങ്ങളിൽ പ്രകടമായ വ്യത്യാസമുണ്ടാകും. ഇത് രോഗം ഗുരുതരമാകുന്നതിന് മാത്രമേ സഹായിക്കൂ. കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ച് മാത്രമേ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കഴിക്കാവൂ. മരുന്നുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. മരുന്നുകളുടെ ഉപയോഗവും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എന്ന വിഷയമാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഒപ്പം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുമായി അതിഥിയെ എത്തിയിട്ടുള്ളത് കൊച്ചി സൺറൈസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ രാജീവ് ജയദേവനാണ്. ഡോക്ടർ, സ്വാഗതം പ്രോഗ്രാമിലേക്ക്. ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് ഈ മരുന്നുകൾ? മരുന്നുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ചില കെമിക്കൽസിനെയാണ്. ശരീരത്തിൽ സ്വാഭാവികമായിട്ട് ഉൽപ്പാദിപ്പിക്കാത്ത ചില കെമിക്കൽസ്. ഈ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ചില മാറ്റങ്ങൾ ഇവ വരുത്തിവെക്കാറുണ്ട്. പല കോശങ്ങളിലും പല ഗ്രന്ഥികളിലും ഗ്ലാൻഡുകളിലും മറ്റും പല മാറ്റങ്ങൾ വരുത്തിവെക്കാറുണ്ട്. ഇവയെയാണ് മരുന്നുകൾ എന്ന് വിശേഷിപ്പിക്കാറ്. പിന്നെ മരുന്നുകൾക്ക് കൂടാതെ നമ്മൾ സപ്ലിമെന്റ്സ് ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ വൈറ്റമിൻസ്. ശരീരത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് വൈറ്റമിൻസ്. അവയെ മരുന്നുകൾ എന്ന് വിശേഷിപ്പിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാത്ത ചില കെമിക്കൽസ് കൃത്രിമമായിട്ട് നിർമ്മിച്ച് ശരീരത്തിനുള്ളിലേക്ക് നിക്ഷേപിക്കുന്നതിനാണ് മരുന്നുകൾ എന്ന് പറയുന്നത്. അത് നമുക്ക് ടാബ്ലറ്റ്സ് ആയിട്ട്, ഓറലായിട്ട് വായ വഴി കഴിക്കാം, മരുന്നായിട്ട് കുടിക്കാം, അല്ലെങ്കിൽ ഇഞ്ചക്ഷനായിട്ട്, അതായത് ത്രൂ എ ഡ്രിപ്പ്, അല്ലെങ്കിൽ മസിലിനകത്തേക്ക് ഒരു സൂചി കടത്തി ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായിട്ടോ അല്ലെങ്കിൽ ചർമ്മത്തിനകത്തേക്ക് സൂചി കടത്തിയിട്ട് ഇൻട്രാഡേർമലായിട്ടോ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ പല രീതിയിൽ ഈ മരുന്നുകൾ ശരീരത്തിലേക്ക് കൊടുക്കാവുന്നതാണ്. ഈ മരുന്നുകൾ, പല മരുന്നുകൾക്ക് ഒന്നിലധികം പേരുകൾ ഉണ്ടാകും, പ്രത്യേകിച്ച് ജനറിക് നെയിം എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താണത്? നമ്മളിവിടെ ഈ പ്രോഗ്രാമിൽ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് മരുന്നുകളെ പറ്റിയാണ്. ഇംഗ്ലീഷ് മരുന്നുകൾ നമ്മൾ ഒരു കടയിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ 2 പേരുകൾ ഈ മരുന്നുകൾക്കുണ്ടാവും. ഇപ്പോ മരുന്നിന്റെ യഥാർത്ഥത്തിലുള്ള പേര് ചെറിയ അക്ഷരത്തിൽ താഴെ എഴുതിയിട്ടുണ്ടാവും. അതിനാണ് ജനറിക് നെയിം എന്ന് പറയുന്നത്. അതായത് ഈ മരുന്നിന്റെ കെമിക്കൽ ഇൻഗ്രീഡിയന്റ് എന്താണ്. ഫോർ എക്സാമ്പിൾ, പനിക്ക് കഴിക്കുന്ന ഗുളികയുടെ കെമിക്കൽ ഇൻഗ്രീഡിയന്റിന്റെ പേര് പാരാസെറ്റമോൾ എന്നാണ്. പാരാസെറ്റമോൾ അല്ലെങ്കിൽ അസറ്റാമിനോഫെൻ എന്ന് വിളിക്കും. ഈ പാരാസെറ്റമോൾ ഉണ്ടാക്കുന്ന കമ്പനികൾ അതിന് പല പേരുകൾ ഇടാറുണ്ട്. അതിനെയാണ് ട്രേഡ് നെയിം എന്ന് പറയുന്നത്. അപ്പോൾ പാരാസെറ്റമോളിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് സാധാരണ കമ്പോളത്തിൽ പല ട്രേഡ് നെയിംസിൽ ഇത് കണ്ടുവരാറുണ്ട്. കാൽപോൾ, ഡോളോ, ടൈലനോൾ, ക്രോസിൻ, ഇങ്ങനെയുള്ള പല പേരുകളിൽ ഈ പാരാസെറ്റമോൾ തന്നെ ലഭ്യമാകാറുണ്ട്. അപ്പോൾ അതിലെല്ലാം അടങ്ങിയിരിക്കുന്നത് ഒരേ കെമിക്കലാണ്. ഡോസേജിൽ ചെറിയ വ്യത്യാസം കണ്ടെന്ന് വരാം. ഈ ഇംഗ്ലീഷ് മരുന്നുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് സൈഡ് എഫക്ട്. യഥാർത്ഥത്തിൽ മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടോ? സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് വളരെ വളരെ വിപുലമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണ് ഈ സൈഡ് എഫക്റ്റ്? സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുന്ന് നമ്മളുടെ ശരീരത്തിൽ പ്രയോഗിക്കുമ്പോൾ അതിനൊരു എഫക്റ്റ് ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു അവയവത്തെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവത്തെ ഉദ്ദേശിച്ചായിരിക്കണം ഈ മരുന്ന് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ മരുന്ന് ഈ അവയവത്തിൽ പ്രവർത്തിക്കുന്നതിന് പുറമെ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില എഫക്റ്റിനെയാണ് സൈഡ് എഫക്ട്സ് എന്ന് വിശേഷിപ്പിക്കാറ്. അപ്പോൾ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് വാസ്തവമാണ്. അതായത് ഏത് മരുന്നിനും ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഒരു എഫക്റ്റ് കാണുന്നതിനെയാണ് സൈഡ് എഫക്റ്റ് എന്ന് ഓമന പേരിൽ വിളിച്ച് പാർശ്വഫലങ്ങൾ എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ടെങ്കിലും അത് തെറ്റല്ല. അത് ദൂഷ്യഫലങ്ങൾ എന്നാണ് അതിനെ വിളിക്കേണ്ടത്. അതായത് നമുക്ക് അനുവദനീയമല്ലാത്തതും നമുക്ക് അഭിലഷണീയമല്ലാത്തതുമായിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടാകുന്നതിനെ സൈഡ് എഫക്ട്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ മരുന്നുകൾക്കെല്ലാം ഏത് കെമിക്കൽ എടുത്തു കഴിഞ്ഞാലും അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാകും. അപ്പോൾ ആ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു മരുന്നും, അതായത് ഏത് ഇംഗ്ലീഷ് സിസ്റ്റത്തിലല്ല മറ്റേത് സിസ്റ്റത്തിലും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്ന് ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ ഡോക്ടർ, നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് പോകാം. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, ഞാൻ വിളിക്കുന്നത് പറവൂരിനാണ്. എന്റെ പേര് കിരൺ എന്നാണ്. യെസ് കിരൺ. ഡോക്ടറെ, ഞാനിപ്പോ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള എന്ത് ഐറ്റംസ് കഴിച്ചാലും എനിക്കത് ദഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ. അപ്പോ ഇപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ദഹിക്കാൻ വേണ്ടി ഇടക്ക് ഗുളിക കഴിക്കാറുണ്ട്. ഇപ്പൊ റാൻഡാക്ക്, ഹിസ്റ്റാക്ക് പോലുള്ള ഗുളികകൾ ഞാൻ കഴിക്കാറുണ്ട്. അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എത്ര വയസ്സായി കിരൺ?
എനിക്കിപ്പോ 25 വയസ്സായി. 25 വയസ്സ്. പൊതുവെ ആരോഗ്യവാനാണോ? മറ്റെന്തെങ്കിലും അസുഖങ്ങളുള്ള വ്യക്തിയാണോ? ഇല്ലില്ല, പൊതുവെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഞാൻ പൂർണ്ണമായിട്ട് ആരോഗ്യവാനാണ്. ഗുഡ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഈ ദഹനക്കേട് എന്ന് വിശേഷിപ്പിക്കുന്നത് അതിനൊരു കാരണമുണ്ടാകും. പലർക്കും ദഹനക്കേട് ഉണ്ടാവുക അസിഡിറ്റി മൂലമാണ്. ഇപ്പോൾ അസിഡിറ്റി മൂലം ഉണ്ടാകുന്ന ദഹനക്കേടിന് റാൻടാക് മുതലായിട്ടുള്ള ഗുളികകൾ ഫലം ചെയ്തെന്നിരിക്കാം. പക്ഷേ അജീർണം അല്ലെങ്കിൽ ദഹനക്കേടിന്റെ കാരണം എന്താണ് എന്ന് കൃത്യമായിട്ട് വിലയിരുത്തിയതിനു ശേഷം വേണം ഇങ്ങനെയുള്ള ചികിത്സകൾ ദീർഘകാലത്തേക്ക് നടത്തുവാനായിട്ട്. ഓക്കെ ഡോക്ടർ, വീണ്ടും കോൾ ഉണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ. യെസ്, പറഞ്ഞോളൂ. ഡോക്ടർ, ഈ ഓസ്റ്റാറ്റ് 60 എന്ന് പറഞ്ഞു. ഹലോ. യെസ്, ഓസ്റ്റാറ്റ് 60 എന്ന് പറഞ്ഞ ഗുളികയുണ്ട്. അതിന്റെ ശരിക്കുള്ള പേര് പറയൂ, അടിയിൽ എഴുതിയിരിക്കുന്ന പേര് പറയൂ. ഓർലിസ്റ്റാറ്റ് ക്യാപ്സ്യൂൾ. യെസ്. അത് വണ്ണം കുറയാനായിട്ട് എന്താ? യെസ്, പറഞ്ഞോളൂ. ഓസ്റ്റാറ്റ് 60 മനസ്സിലായി, പറഞ്ഞോളൂ. ചോദ്യം എന്താണ്? വണ്ണം കുറയാനായിട്ട് ഉപയോഗിക്കാന്നാണ് ഇത് തന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അത് ഉപയോഗിക്കാമോ എന്നാണ് എന്റെ ചോദ്യം. പ്രായം എത്രയുണ്ട്? 41 കഴിഞ്ഞു. 41. മറ്റെന്തെങ്കിലും അസുഖങ്ങളുള്ള വ്യക്തിയാണോ? ബിപിയുടെ അസുഖമുണ്ട്. ശരി. ബ്ലഡിൽ യൂറിക് ആസിഡ് ഉണ്ട്. ഉണ്ട്. ഹൈറ്റും വെയിറ്റും ഒന്ന് പറയാമോ? വെയിറ്റ് ഒരു 78-80 വരും. ശരി. ഉയരം എത്രയുണ്ട്? 150. 150 സെന്റിമീറ്റർ ആണ് ഉയരമെങ്കിൽ അനുവദനീയമായിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 47 കിലോഗ്രാം ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓവർ വെയിറ്റ് ആണ്, ഒബീസ് ആണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പല മാർഗങ്ങൾ നിലവിലുണ്ട്. അതിലൊന്ന് വ്യായാമമാണ്, പിന്നെ ഭക്ഷണത്തിലുള്ള നിയന്ത്രണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറയാറുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങളുടെ പട്ടികയിൽ വളരെ ചെറിയൊരു അംശം മാത്രമാണ് ഈ ഓർലിസ്റ്റാറ്റ് എന്നുള്ള ഗുളിക. അതായത് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടല്ല ഈ മരുന്ന് കഴിക്കുന്നത്. ഈ മരുന്ന് ഇസ് എ ലൈപ്പേസ് ഇൻഹിബിറ്റർ. ലൈപ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദഹനേന്ദ്രിയത്തിൽ, നമ്മുടെ കുടലിൽ ഉണ്ടാകുന്ന ഒരു എൻസൈമാണ്. ഈ എൻസൈമാണ് നമ്മൾ കഴിക്കുന്ന കൊഴുപ്പിനെ ഡൈജസ്റ്റ് ചെയ്യുക. അപ്പോൾ ലൈപ്പേസ് എന്നുള്ള എൻസൈം നമ്മുടെ ശരീരം സ്വാഭാവികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ എൻസൈമിന്റെ പ്രവർത്തനത്തെ താൽക്കാലികമായി തകരാറാക്കുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ് ഓർലിസ്റ്റാറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ മരുന്ന്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൊഴുപ്പുണ്ടെങ്കിൽ അതിൽ ഒരു 20-30% കൊഴുപ്പ് ദഹിക്കാതെ, ഉള്ളിലേക്ക് ആഗിരണം ചെയ്യാതെ, അബ്സോർബ് ചെയ്യാതെ പുറത്തേക്ക് കളയുവാനുള്ള രീതിയിലുള്ള ചികിത്സയാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇത് കഴിച്ചതുകൊണ്ട് വെയിറ്റ് കുറയുകയില്ല. എന്നാൽ അമിതമായിട്ട് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ കടക്കാതിരിക്കുവാൻ ഒരളവ് വരെ സഹായിക്കും എന്നത് മാത്രം. അല്ലാതെ ഈ മരുന്ന് കഴിച്ചതുകൊണ്ട് ആരുടെയും വെയിറ്റ് കുറയാനൊന്നും പോകുന്നില്ല. ഓക്കെ ഡോക്ടർ, വീണ്ടും കോൾ ഉണ്ട്. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സർ, എന്റെ മോനെ ഒരു വർഷമായി ഒരു പെൻസിലിൻ ഗുളിക കഴിക്കുന്നുണ്ട്. യെസ്. അപ്പൊ അതിന്റെ സൈഡ് എഫക്ട് എന്താന്ന് അറിയണേനോ? ഓക്കെ. പെൻസിലിന്റെ സൈഡ് എഫക്ട്സിനെ പറ്റിയാണ് ചോദ്യം. വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം പൊതുവെ ലോകത്തെമ്പാടും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ പെടുന്ന ഒരു ആന്റിബയോട്ടിക് ആണ് പെൻസിലിൻ. അപ്പോൾ ഈ പെൻസിലിന്റെ സൈഡ് എഫക്റ്റിന് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റിനെ പറ്റി ആദ്യം പറയാം. അതിനാണ് അനാഫിലാക്സിസ് എന്ന് പറയും. അനാഫിലാക്സിസ്, ANAPHYLAXIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഞ്ചക്ഷൻ ലഭിച്ച നിമിഷങ്ങൾക്കകം, സെക്കൻഡുകൾക്കകം രോഗി താഴെ വീഴുകയും അബോധാവസ്ഥയിലേക്ക് നീങ്ങുകയും ശരീരമാകെ തടിച്ചു വീർക്കുകയും BP താഴുകയും ചെയ്യുന്ന ഒരവസ്ഥ. ശ്വാസം മുട്ടലും വീസിങ്ങും മറ്റും ഒക്കെ ആയിട്ട്. ഇതിനാണ് അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. ഇത് വളരെ സിവിയർ ആയിട്ടുള്ള അലർജിയാണ്. അതായത് 10,000-ങ്ങളിൽ ഒരാൾക്ക് മാത്രം കണ്ടുവരുന്ന ഒരു അലർജിയാണ്. ഇത് ആർക്ക് എപ്പോൾ വരും എന്ന് മുൻകൂട്ടി പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ അലർജി ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ അനാഫിലാക്സിസ്, സീരിയസ് ആയിട്ടുള്ള അലർജി വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത് പെനിസിലിൻ എന്നുള്ള ആ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള പല കോമ്പൗണ്ടുകളുണ്ട്. അമോക്സിസിലിൻ, ആംപിസിലിൻ, ക്രിസ്റ്റലൈൻ പെനിസിലിൻ, ബെൻസത്തീൻ പെനിസിലിൻ, ഇങ്ങനെയുള്ള പല പെനിസിലിൻസ് ഉണ്ട്. ഈ ഫാമിലിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു മരുന്നിനോട് നമ്മൾ അലർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഫാമിലിയിൽപ്പെട്ട മരുന്നുകൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ മറ്റ് അലർജികളെ പറ്റി പറയുകയാണെങ്കിൽ ചർമ്മത്തിൽ ഉണ്ടാകുന്ന നേരിയ ചൊറിച്ചിൽ, സ്കിൻ റാഷസ്, ഇങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകാറുണ്ട്.
പിന്നെയുള്ളത് സൈഡ് എഫക്റ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ പെൻസിലിൻ കഴിക്കുന്നവർക്ക് ആംപിസിലിനും അമോക്സിസിലിനും കഴിക്കുന്നവരിൽ ശരീരത്തിലെ ബാക്ടീരിയകളുടെ കൗണ്ട് കുറയുകയും തന്മൂലം ചിലർക്ക് ഡയറിയ വയറിളക്കം ഉണ്ടാവുകയും ദഹനക്കേട് ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ഇതൊക്കെ താൽക്കാലികമാണ്. ഈ ആന്റിബയോട്ടിക്കിന്റെ കോഴ്സ് കഴിയുന്നത് വരെ ഇതുണ്ടാകാറുള്ളൂ. ഇതൊക്കെ പറഞ്ഞാലും പെനിസിലിൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻസിൽ പെടുന്നതാണ്. ഈ സൈഡ് എഫക്ട്സിന്റെ പേരും പട്ടികയും കേട്ട് പേടിക്കരുത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ സേഫസ്റ്റ് മെഡിസിൻസ് വെൻ യൂസ് പ്രോപ്പർലി. അതായത് കൃത്യമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി കൃത്യമായ അളവിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള മെഡിസിൻ തന്നെയാണ് പെനിസിലിൻ. മറ്റ് സൈഡ് എഫക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വിരളമായിട്ട് ചിലർക്ക് ലിവറിന് തകരാറ് കണ്ടുവരാറുണ്ട്. അതിന് SGOT, SGPT എന്നുള്ള ഈ ലിവർ എൻസൈംസിൽ അല്പം എൻസൈംസിൽ റൈസ് കണ്ടുവരാറുണ്ട്. അപ്പോൾ LFT ചെയ്യുന്ന ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ചില അസുഖങ്ങൾ കണ്ടെത്താറുണ്ട്. ഇത് പ്രധാനമായിട്ടും അമോക്സിസിലിൻ എന്നുള്ള ആ കോമ്പൗണ്ടിനാണ് കണ്ടുവരാറ്. എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെ വിരളമായിട്ട് കാണുന്ന ചില സൈഡ് എഫക്റ്റുകളാണ്. സാധാരണയായിട്ട് കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഡയറിയ അല്ലെങ്കിൽ കുറച്ച് ദഹനക്കേട് താൽക്കാലികമായിട്ട് ഉണ്ടാകാറുള്ളത്. അതാണ് സാധാരണ കാണുന്ന സൈഡ് എഫക്ട്സ്. ഓക്കെ, ഈ സൈഡ് ഇഫക്ട്സ് ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? സൈഡ് എഫക്ട്സ് ഒഴിവാക്കാൻ പറ്റുകയില്ല. കാരണം ഇഫ് ദർ ഇസ് എൻ എഫക്ട് ദർ ഇസ് എ സൈഡ് എഫക്ട്. കാരണം ഒരു ശരീരത്തിൽ ഒരു വസ്തു പ്രവർത്തിക്കണമെങ്കിൽ അത് ഇന്ന അവയവത്തിന്റെ ഇന്ന കോശത്തിൽ മാത്രമേ പ്രവർത്തിക്കൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ശരീരത്തിൽ ഒരുപാട് കോശങ്ങളുണ്ട്. മറ്റു കോശങ്ങളിലും ഈ കെമിക്കൽ പ്രവർത്തിക്കും. അത് ഏത് മരുന്നായാലും, ഇംഗ്ലീഷ് മരുന്നായാലും അല്ലെങ്കിലും ശരി, ഈ മരുന്നുകൾ ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ എഫക്റ്റും എഫക്റ്റ് അല്ലാത്ത എഫക്റ്റും ഉണ്ട്. അതിനെ നമ്മൾ സൈഡ് എഫക്റ്റ് എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. അത് സൈഡ് എഫക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഇംഗ്ലീഷ് മരുന്നുകൾ വരുന്നത് FDA, അതായത് ഫെഡറൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഏജൻസി, ഇന്റർനാഷണൽ ഏജൻസിയാണ്, മെയിൻലി അമേരിക്കയിലാണ്. അവര് ഈ പല സ്റ്റേജസിലായിട്ട് ഈ മരുന്നിനെ ടെസ്റ്റ് ചെയ്ത് അതിന്റെ സേഫ്റ്റി ഉറപ്പാക്കി ആനിമൽസിലും ഹ്യൂമൻസിലും എല്ലാം ടെസ്റ്റ് ചെയ്ത് സേഫ്റ്റി ഉറപ്പാക്കിയതിന് ശേഷമേ ഈ മരുന്ന് വിപണിയിൽ എത്തിക്കുകയുള്ളൂ. വിപണിയിൽ എത്തിക്കുന്ന മരുന്നിന്റെ ചീട്ട് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ലിസ്റ്റ് ഓഫ് സൈഡ് എഫക്ട്സ് ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ട്. കാരണം സൈഡ് എഫക്ട്സ് അതിൽ എഴുതിയിട്ടില്ലെങ്കിൽ ഈ മരുന്ന് പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ താലിഡോമൈഡ് മുതലായിട്ടുള്ള പല സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്ട് ഉണ്ടാക്കിയിട്ടുള്ള മരുന്നുകൾ ഉണ്ടായിട്ടുണ്ട്. പണ്ട് കുഞ്ഞുങ്ങളും മറ്റും കൈയും കാലും ഇല്ലാതെ ജനിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഈ താലിഡോമൈഡ് ടാബ്ലറ്റ് കഴിച്ചതുകൊണ്ട്. അതിനുശേഷമാണ് ഇതിന്റെ റൂൾസ് ഇത്ര സ്ട്രിക്റ്റ് ആക്കിയത്. സ്ട്രിക്റ്റ് ആക്കിയത് കൊണ്ട് അതിന്റെ സത്യസന്ധതയുടെ ഒരു പ്രതിഫലനമാണ് ഈ ലിസ്റ്റ് ഓഫ് സൈഡ് എഫക്ട്സ്. അല്ലാതെ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമല്ല ഇത്. ഇത്ര ശുഷ്കാന്തിയോടെ പരിശോധിച്ചതുകൊണ്ടും പരീക്ഷിച്ചതുകൊണ്ടും മാത്രമാണ് നമുക്ക് ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്താണെന്ന് അറിയാൻ പറ്റുന്നത്. അങ്ങനെ ഒരു നിയമം നിലവിൽ ഇല്ലാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ സൈഡ് എഫക്ട്സ് ഇല്ല എന്ന് തെറ്റായിട്ട് അവകാശപ്പെടാം. അങ്ങനെ ഒരു കാര്യം ഈ ഇംഗ്ലീഷ് മരുന്നുകളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. ഓക്കെ ഡോക്ടർ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഞാൻ തലവേദന എപ്പോഴും ഉണ്ടാകാറുണ്ട്. യെസ്. അപ്പൊ മൈഗ്രെയിൻ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൈഗ്രെനൽ. മറ്റേത് വേറെ ഡോക്ടർ എഴുതി തന്ന ഗുളികയൊന്നും കഴിക്കുമ്പോ പെട്ടെന്ന് മാറുന്നില്ല. അപ്പൊ മൈഗ്രെയിൻ മാത്രമേ കഴിക്കത്തുള്ളൂ. യെസ്. അപ്പൊ അത് കഴിക്കുമ്പോ ഭേദമാവുന്നുണ്ട്. അപ്പൊ ആ ഗുളിക സ്ഥിരമായി കഴിച്ചാൽ വല്ല സുഖം വരാം. ആ ഗുളികയുടെ അടിയിലുള്ള പേര് വായിക്കാമോ? അതില് മൈഗ്രെയിൻ തന്നെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ അടിയിൽ മറ്റൊരു പേരുണ്ടാവും ചെറിയ അക്ഷരത്തില്. അത് എനിക്ക് 41 വയസ്സായി സാർ. എനിക്ക് അത്ര കണ്ണ് നോക്കിയിട്ട് അത്ര മനസ്സിലാവുന്നില്ല. ഓക്കെ. ആ ഒരു പേര് കേട്ട് നന്നായിട്ട് വായിച്ച് ഒന്നുകൂടെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ ഡോക്ടർ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. പിന്നെ എന്റെ മോനെ 12 വയസ്സുണ്ട്. ഓക്കെ. അയാള് എന്ത് കഴിച്ചാലും അതൊന്നും ദഹനമില്ല. രാവിലെ കക്കൂസി പോകുമ്പോ അത് അതുപോലെ പോകുന്നുണ്ട്. ഒരുപാട് മരുന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടുമുണ്ട്. നീളമൊന്നുമില്ല, വെറും മെലിഞ്ഞ ശരീരമാണ്. കക്കൂസി ഒരു 2-3 പ്രാവശ്യം ഒരു ദിവസം പോകും. ആഹാരം കഴിച്ചാൽ ഉടനെ കക്കൂസി പോകും. അപ്പൊ ഇത് ഒരു രോഗലക്ഷണമാണ് എന്ന് പറയാൻ വിഷമമാണ്. കാരണം അവൻ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് പ്രായത്തിന് ആനുപാതികമായിട്ടുള്ള ഉയരവും തൂക്കവും അവനുണ്ടെങ്കിൽ ഇതൊരു അസുഖമാണ് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഒരു പീഡിയാട്രിഷ്യനെ കാണിച്ചതിന് ശേഷം അവന്റെ ഉയരവും തൂക്കവും കൃത്യമായിട്ട് ആ ചാർട്ട് അനുസരിച്ചിട്ടാണോ അത് നീങ്ങുന്നതെന്ന് ആദ്യം പരിശോധിക്കണം. എന്നിട്ട് അവനെ എക്സാമിൻ ചെയ്തതിന് ശേഷം വേണം, ബ്ലഡ് ടെസ്റ്റും സ്റ്റൂൾ ടെസ്റ്റും ചെയ്തതിന് ശേഷം വേണം ഇത് ഒരു അസുഖമാണോ അല്ലേ എന്ന് തീരുമാനിക്കുവാനായിട്ട്. ഈ പറഞ്ഞതിൽ നിന്നും ഒരു രോഗാവസ്ഥ അവനിൽ നിലവിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
ഓക്കെ ഡോക്ടർ, നമുക്ക് വീണ്ടും കോൾ ഉണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ. യെസ് ഡോക്ടർ, PCOD പേഷ്യന്റ് ആയിരുന്നു. യെസ്. ഇപ്പോഴാണ്. അപ്പോ 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മെഡിക്കേഷനിലായിരുന്നു. അതിൽ ഡയാമെറ്റ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഒരുപാട് ഞാൻ കഴിച്ചിട്ടുണ്ട്. യെസ്. അപ്പോ അതിന് പിന്നെ അപ്പൊ ഭയങ്കരമായിട്ട് ഞാൻ 75 കിലോഗ്രാം ഉണ്ട് എന്റെ വെയിറ്റ്, ബോഡി വെയിറ്റ്. യെസ്. ഹൈറ്റ് 162 ആണ്. അപ്പൊ ഈ PCOD എന്ന് പറഞ്ഞത് വലിയൊരു ഡിസീസ് ആണോ? പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് മെഡിക്കേഷൻ എന്തെങ്കിലും പ്രോബ്ലം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്? ഇപ്പൊ ഞാൻ നിർത്തി മെഡിക്കേഷൻ നിർത്തിയിട്ടുണ്ട്. അതെ, നിർത്തിയിട്ടുണ്ട്. ഞാൻ നിർത്തിയിട്ട് ഇപ്പൊ 8 മാസമായി. കഴിഞ്ഞ ജാനുവരി വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മെഡിക്കേഷനിലായിരുന്നു. കുറെ ഡയാമെറ്റ് ടാബ്ലറ്റ്സ് കഴിച്ചു, മെട്രോമിൻ ടാബ്ലറ്റ്സ് കുറെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റി. അപ്പൊ ചോദ്യം ഇതാണ്, അതായത് ഡയമറ്റ് ഇത്രയും കാലം കഴിച്ചുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആദ്യം ഞാൻ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് PCOD എന്താണെന്ന് വിവരിച്ചു തരാം. PCOD എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. അതായത് ഓവറികളിൽ, അണ്ഡാശയങ്ങളിൽ ഒരു തടിപ്പുണ്ടാവുകയും അത് അല്പം മുഴച്ചു വരികയും അതിന്റെ ആവരണത്തിന് കട്ടി കൂടുകയും ചെയ്യുന്ന അവസ്ഥ. അണ്ഡാശയത്തിന്റെ ആവരണത്തിന് കട്ടി കൂടുമ്പോൾ അതിന്റെ ഹോർമോണൽ പ്രവർത്തനത്തിന് ചില വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ശരീരത്തിൽ നിന്നും തലച്ചോറിൽ നിന്നും മറ്റും വരുന്ന ചില ഹോർമോൺസ് ആണ് ഈ ഓവറികളുടെ കൃത്യമായ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നത്. ഈ ആവരണത്തിന് കട്ടി കൂടുമ്പോഴത്തേക്കും ഈ പുറമെയുള്ള ഹോർമോൺസിന്റെ എഫക്റ്റ് കൃത്യമായിട്ട് ഓവറിയിൽ പ്രതിഫലിക്കുകയില്ല. ചുരുക്കി പറഞ്ഞാൽ ഓവറിയുടെ പ്രവർത്തനത്തിൽ അല്പം കുറവ് വരികയും തന്മൂലം മറ്റു ഹോർമോണൽ ചേഞ്ചസ് ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഇതിനാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ PCOD എന്ന് പറയുന്നത്. PCODയിൽ വളരെ സെൻട്രൽ ആയിട്ട് കാണുന്ന ഒരു തീമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് പല ഹോർമോൺസിന്റെയും പ്രവർത്തനത്തെ ഈ PCOD ബാധിക്കുന്നുണ്ട്. ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ കൃത്യമായിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഈ PCOD ഉള്ള വ്യക്തികൾക്ക് വെയിറ്റ് കൂടുകയും അതുപോലെ തന്നെ ഡയബറ്റീസ് മുതലായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുന്ന ഒരു ചികിത്സയാണ് ഇതുവരെ കഴിച്ചുകൊണ്ടിരുന്നത്. ഡയമറ്റ് എന്ന് പറയുന്നത് മെറ്റ്ഫോർമിൻ എന്നുള്ളതാണ് അതിന്റെ ശരിക്കുള്ള പേര്. METFORMIN. ഡയബറ്റീസ് ഉള്ള വ്യക്തികൾക്ക് സാധാരണ കൊടുക്കുന്ന ഒരു ഗുളികയാണ്. വളരെ ദശാബ്ദങ്ങളായിട്ട് വളരെ സേഫായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുളികയാണ്. ഈ ഗുളിക കൃത്യമായിട്ടുള്ള ഡോസിൽ കഴിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സൈഡ് എഫക്ട്സ് ഉണ്ടാകാറില്ല. എന്നിരുന്നാലും മെറ്റ്ഫോർമിനെ പറ്റി പ്രത്യേകിച്ച് പറയുമ്പോൾ വായിൽ ഒരു ചുവയുണ്ടാവുകയും വിശപ്പിന് അല്പം ഒരു കുറവുണ്ടാവുകയും ചെയ്യുന്നത് സാധാരണയാണ്. വളരെ പ്രായം ചെന്ന വ്യക്തികളിൽ ഈ മെറ്റ്ഫോർമിൻ കഴിക്കുന്നവരിൽ ചെറുതായിട്ട് കിഡ്നിയുടെ പ്രോബ്ലംസ് കണ്ടുവരാറുണ്ട്. സ്പെസിഫിക്കലി സംതിങ് കോൾഡ് ലാക്റ്റിക് ആസിഡോസിസ്. പക്ഷേ ഫോർ ദ മോസ്റ്റ് പാർട്ട്, അതായത് കോടിക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന ഈ ടാബ്ലറ്റ് പൊതുവെ ഇറ്റ്സ് വൺ ഓഫ് ദ സേഫസ്റ്റ് മെഡിസിൻസ്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം PCODയിൽ കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രമേ ഈ ടാബ്ലറ്റ് കഴിക്കാൻ പാടുള്ളൂ. ഓക്കെ ഡോക്ടർ, നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാൻ സമയമായിട്ടുണ്ട്. മൈ ഡോക്ടറിൽ ഒരു ഇടവേള. മൈ ഡോക്ടർ തുടരുന്നു. ഈ പ്രായമായവരിൽ ചികിത്സ നടത്തുമ്പോഴും മരുന്ന് കഴിക്കുന്ന സമയത്തും എന്തെങ്കിലും പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ടോ? തീർച്ചയായും. പ്രായമായവർ എന്ന് ഉദ്ദേശിക്കുന്നത് 65 and above ആണ്. ജിറിയാട്രിക് ഏജ് ഗ്രൂപ്പ് എന്നതിനെ പറയും. എന്ന് വെച്ചാൽ വയസ്സായവരെന്ന് പറയാൻ പറ്റില്ല. 65 and plus ആവുമ്പോഴത്തേക്കും ശരീരത്തിൽ ചില പ്രത്യേകതരം മാറ്റങ്ങൾ ഉണ്ടായി വരാറുണ്ട്. അപ്പോൾ അതിലൊന്ന്, നമ്മുടെ വൃക്കകളിലും മറ്റും ഉണ്ടാകുന്ന പ്രവർത്തനത്തിൽ കുറച്ചൊരു ചെറിയ കുറവ് ഉണ്ടാകാറുണ്ട്. നേരത്തെ മരുന്നുകളുടെ പ്രവർത്തനത്തെ പറ്റി ഇവിടെ പറഞ്ഞു. മരുന്ന് ഒരു ഫോറിൻ ആയിട്ടുള്ള, അതായത് കൃത്രിമമായിട്ടുള്ള ഒരു കെമിക്കലാണ്. ഈ രാസപദാർത്ഥം അല്ലെങ്കിൽ കെമിക്കൽ ശരീരത്തിലേക്ക് നിക്ഷേപിക്കുമ്പോൾ അത് പുറത്തു കടക്കാനുള്ള 2 മാർഗങ്ങളുണ്ട്. ഒന്ന് ലിവർ, മറ്റേത് കിഡ്നി. അതായത് കരളിന്റെ പ്രവർത്തനം മൂലവും കിഡ്നിയുടെ പ്രവർത്തനവും മൂലവുമാണ് ഭൂരിപക്ഷം മരുന്നുകളും ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നത്. അപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കുറവ് പ്രായമായവരിൽ കണ്ടുവരാറുണ്ട്. അതൊരു അസുഖം എന്ന് വിശേഷിപ്പിക്കാറായിട്ടില്ലെങ്കിലും അല്പം ഒരു കുറവുള്ളതുകൊണ്ട് പ്രായം ചെന്നവരിൽ, പ്രത്യേകിച്ചും 80, 85, 90 ഇയേഴ്സ് ആ പ്രായം ചെന്നവരിൽ ഡോസുകൾ, മരുന്നുകളുടെ ഡോസുകൾ അതനുസരിച്ച് കുറയ്ക്കുന്നത് നന്നായിരിക്കും. അധികം ഡോസ് കഴിച്ചു കഴിഞ്ഞാൽ ചെറുപ്പമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇരട്ടി ഡോസ് കഴിക്കുന്നതിന്റെ എഫക്റ്റ് ആയിരിക്കും ഈ പ്രായം ചെന്ന വ്യക്തിക്ക് ഉണ്ടാവുക. അതുകൊണ്ട് ബി വെരി കെയർഫുൾ അബൌട്ട് ഡോസേജ് ഓഫ് മെഡിക്കേഷൻസ് ഇൻ ദി എൽഡർലി. അതൊന്ന്. പിന്നെയുള്ളത്, പല അസുഖങ്ങൾ മൂലവും, വാർദ്ധക്യ സഹജം എന്നൊക്കെ പറയാറുണ്ട്, പല അസുഖങ്ങളും വന്നെത്തുന്ന ഒരു കാലഘട്ടമാണ് ഈ എൽഡർലി ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ പല മരുന്നുകളും ഒരുമിച്ച് കഴിക്കേണ്ട ഒരു സാഹചര്യം വരാറുണ്ട്. ഒരാവശ്യത്തിന് വേണ്ടി ഒരു ഗുളിക, മറ്റൊരാവശ്യത്തിന് വേണ്ടി മറ്റൊരു ഗുളിക, വേറൊരു പ്രോബ്ലത്തിന് വേണ്ടി മറ്റൊരു ചികിത്സ. അപ്പോൾ ഇങ്ങനെയുള്ള പല ചികിത്സകളും ഒരേ സമയം കഴിക്കേണ്ട ഒരു അവസ്ഥ ഇവരിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ആവുമ്പോഴാണ് ഈ ഡ്രഗ് ഇന്ററാക്ഷൻസ്, അതായത് മരുന്നുകൾ തമ്മിലുള്ള സ്വരച്ചേർച്ച, ഇത് വരാതിരിക്കുവാനായിട്ട് നല്ല പരിചയസമ്പത്തുള്ള ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ എല്ലാ മരുന്നുകളുടെയും വിവരങ്ങൾ വെളിപ്പെടുത്തി ഈ മരുന്നുകൾ തമ്മിൽ ചേർച്ചക്കുറവുണ്ടോ ഇല്ലേ എന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം വേണം മരുന്നുകളുടെ കോമ്പിനേഷൻ തിട്ടപ്പെടുത്താനായിട്ട്. ഒറ്റ നോട്ടത്തിൽ ഈ പ്രശ്നമില്ല എന്ന് തോന്നുന്ന ഗുളികൾ പോലും തമ്മിൽ ചിലപ്പോൾ ചേരാറില്ല. പ്രത്യേകിച്ചും ഉറക്കത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ അത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം പ്രായമായവരിൽ പൊതുവെ ഉറക്കക്കുറവ് കണ്ടുവരാറുണ്ട്. കാരണം ആസ് ദ ബോഡി ഏജസ് നമ്മുടെ സ്ലീപ്പിന്റെ ആ ഒരു പാറ്റേണിൽ മാറ്റം വരാറുണ്ട്. പൊതുവെ 75-80 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളുടെ നമ്പർ ഓഫ് അവേഴ്സ് ഓഫ് സ്ലീപ്പ് കുറഞ്ഞു വരുന്നുണ്ട്. ഇതിനെ ഒരു അസുഖമായിട്ട് കണ്ട് പലരും ചികിത്സിക്കാറുണ്ട്. ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നത് വാലിയം മുതലായിട്ടുള്ള സ്ലീപ്പിംഗ് പിൽസ് ആണ്. ബെൻസോഡൈസപീൻ അല്ലെങ്കിൽ വാലിയത്തിന്റെ ഗണത്തിൽപ്പെട്ട മരുന്നുകൾ എൽഡർലി ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കരുത്. അഥവാ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക്, 2-3 ദിവസങ്ങളിലേക്കും വേണ്ടി മാത്രം. ഇതിൽ കൂടുതൽ കാലത്തേക്ക് ഈ വാലിയം റിലേറ്റഡ് കോമ്പൗണ്ട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൂടാതെ ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ സംജാതമാവുകയാണ്. അതിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുന്നത് നന്നായിരിക്കും. അതൊന്ന്. പിന്നെയുള്ളത്, ഈ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുന്നവരിൽ പലരും രാവിലെ എണ്ണിക്കുമ്പോൾ ഉറക്കച്ചടവ് കാരണം വീഴാറുണ്ട്. ഫോൾസ് ഇൻ ദ എൽഡർലി. ഈ പ്രായം ചെന്ന ഒരു വ്യക്തി ഉറക്കച്ചടവിൽ വീഴുകയാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് അവർക്ക് വരാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ഹിപ്പ് ഫ്രാക്ചേഴ്സ്. തപ്പിത്തടഞ്ഞ് വീഴുകയാണെങ്കിൽ ഒരു ഹിപ്പ് ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഇറ്റ് ക്യാൻ ലീഡ് ടു ഈവൻ മൊർട്ടാലിറ്റി. അതുകൊണ്ട് പ്രായം ചെന്നവരിൽ സ്ലീപ്പിംഗ് പിൽസ് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ മനസ്സിന്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ ചെയ്യുന്നതും വളരെ സൂക്ഷിച്ചു വേണം. പിന്നെ ഡോസേജും പിന്നെ മറ്റ് പല മരുന്നുകൾ ഒരുമിച്ചുള്ള കോമ്പിനേഷൻസ് ഉപയോഗിക്കുന്നതും സൂക്ഷിക്കണം. പിന്നെ മറ്റൊരു പ്രോബ്ലം കണ്ടുവരാറുള്ളത്, പലർക്കും പ്രോസ്റ്റേറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. പുരുഷന്മാരിലാണെങ്കിൽ പ്രോസ്റ്റേറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. മൂത്ര തടസ്സം വഷളാക്കുന്ന രീതിയിലുള്ള പല മരുന്നുകളും ഇന്ന് നിലവിലുണ്ട്. അത് നിർബന്ധമല്ലെങ്കിലും അല്ലെങ്കിൽ അത് മനഃപൂർവ്വം അല്ലെങ്കിലും പല മരുന്നുകളുടെയും ഒരു എഫക്റ്റ്. ഫോർ എക്സാമ്പിൾ അബ്ഡോമിനൽ പെയിൻ. ഞാനൊരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ആണ്. പെയിൻ, വയറുവേദനയ്ക്ക് വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പല മരുന്നുകളും ചിലപ്പോൾ മൂത്ര തടസ്സം സൃഷ്ടിക്കാറുണ്ട്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ബോർഡർ ലൈനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഈ മരുന്ന് ചെല്ലുമ്പോൾ മൂത്രം തീരെ പോകാതായി വന്നെന്നിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം ചികിത്സിക്കുവാനും മറ്റുമൊക്കെ. പരിചയസമ്പന്നനായ ഒരു ഡോക്ടർക്ക് ഇതൊക്കെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, നമ്മുടെ പ്രേക്ഷകരിൽ പലരും പലതരത്തിലുള്ള രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരായിരിക്കും. ഇവരെന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടതുണ്ടോ? പലതരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നവരാണ് പലരും. അതായത് പ്രായഭേദമന്യേ തന്നെ പലരും ഒരുപാട് മരുന്നുകൾ കഴിക്കാറുണ്ട്. അപ്പോൾ ആസ് എ ഡോക്ടർ എൻ്റെ ഫിലോസഫി ഞാൻ പറയാം. ആസ് എ ഡോക്ടർ ഞാൻ കഴിവതും മരുന്നുകൾ കുറിക്കാതിരിക്കാറുണ്ട്. അഥവാ മരുന്ന് കുറിക്കുകയാണെങ്കിൽ അത് ഹ്രസ്വമായിട്ടുള്ളൊരു കാലഘട്ടത്തിലേക്ക്, ഗിവ് ഇറ്റ് ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം. നമ്മുടെ ഒരാവശ്യം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ അസുഖത്തിന്റെ തീവ്രത കുറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കൂടാതെ മുമ്പോട്ട് പോകാനുള്ള കൗൺസിലിംഗ് പേഷ്യൻസിന് കൊടുക്കണം. എക്കാലവും മരുന്നിനെ ആശ്രയിച്ച് ജീവിക്കാതിരിക്കാനുള്ള ഒരു കൗൺസിലിംഗ് പേഷ്യൻസിന് കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ ചില സാഹചര്യങ്ങളിൽ മരുന്നുകൾ ഒഴിച്ചുകൂടാനാവാതെ വരും. ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ് ഉള്ളവർ, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, BP മാറാതിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് ഉള്ളവർ, ഇവരോട് മരുന്ന് കഴിക്കണ്ട എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കഴിക്കുന്ന മരുന്ന് മറ്റ് മരുന്നുകളുമായിട്ട് യോജിച്ചു പോകുന്നുണ്ടോ എന്ന് ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ഇത് ആദ്യം നോക്കണം. പിന്നെ നമ്മൾ ഓർക്കാനുള്ളത് ഓർമ്മപ്പിശക്. ഇത് പ്രത്യേകിച്ചും ഒറ്റയ്ക്ക് താമസിക്കുന്നവരിൽ ഓർമ്മപ്പിശക് വരാറുണ്ട്. രാവിലെ 3 ഗുളിക, വൈകിട്ട് 2 ഗുളിക, രാത്രിയിൽ 1 ഗുളിക. ഇവര് പ്രത്യേകിച്ചും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അവര് ചിലപ്പോൾ രാവിലെ 2 ഗുളിക എടുക്കാൻ മറന്നുപോകും. ചിലപ്പോൾ ഗുളിക കഴിച്ചതിന് ശേഷം പറയും, ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ടോ, മറന്നുപോയി, പിന്നെയും ഒരു ഡോസ് എടുത്ത് കഴിക്കും. ഇങ്ങനെ ഓവർഡോസ് ആകുന്ന കേസുകൾ അനവധി. അതുകൊണ്ട് മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കാനുള്ള പിൽ ബോക്സസ്, അതായത് ഒരു ദിവസം ഇത്ര നേരം കഴിക്കാനുള്ള പിൽ ബോക്സസ് ഇന്ന് ലഭ്യമാണ്. വളരെ നിസ്സാരമായിട്ടുള്ള ചിലവേ ഉള്ളൂ. പ്ലാസ്റ്റിക് ബോക്സസ് ആണ്. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും ഇന്ന നേരം കഴിക്കേണ്ട ഗുളികൾ നേരത്തെ നമുക്കതിൽ ഫിൽ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ആ പ്രത്യേക സമയത്തെ ബോക്സ് തുറന്നിട്ട് ആ ഗുളിക മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മിപ്പിച്ച് ഉണ്ടാവുകയില്ല. അതൊരു മെത്തഡാണ്. പിന്നെയുള്ളത്, ഒരുപാട് മരുന്ന് കഴിക്കുന്ന എല്ലാവരും അവരവരുടെ മരുന്നുകളുടെ ഒരു പട്ടിക, എ ലിസ്റ്റ് ഓഫ് മെഡിസിൻസ് തയ്യാറാക്കി വെക്കണം. ലിസ്റ്റ് ഓഫ് മെഡിസിൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ പേപ്പറിൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെ ട്രേഡ് നെയിമും അതിന്റെ ശരിക്കുള്ള പേരും
ഡോളോ ആണ് ട്രേഡ് നെയിമെങ്കിൽ പാരസെറ്റമോൾ എന്നുള്ള അതിന്റെ ശരിക്കുള്ള പേര്, ജനറിക് നെയിം, ഈ രണ്ട് പേരും എഴുതി അതിന്റെ ഡോസും നമ്പർ ഓഫ് ടൈംസ്, എത്ര തവണ ഇത് കഴിക്കണം, എന്ന് മുതൽ കഴിക്കുന്നു, ഇത്രയും വിവരങ്ങൾ അടങ്ങിയ ഒരു ചെറിയ കടലാസ് എല്ലാവരുടെയും പേഴ്സിൽ വെക്കുന്നത് നന്നായിരിക്കും. കാരണം നമുക്ക് എപ്പോഴാണ് ഇതിന്റെ ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അവരവർക്കുള്ള അലർജികൾ, പ്രത്യേകിച്ചും മരുന്നുകൾക്കുള്ള അലർജികൾ, പെൻസിലിൻ അലർജി ഉണ്ടോ, സൾഫർ അലർജി ഉണ്ടോ, ഇങ്ങനെയുള്ള അലർജികൾ ഉണ്ടോ എന്നുള്ളതും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഓക്കെ, ഞാൻ ഇടപെടുന്നതുകൊണ്ട് ക്ഷമിക്കണം. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വളരെയധികം നന്ദി ഇത്രയും നേരം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിനും ഇത്രയധികം വിവരങ്ങൾ പങ്കുവച്ചതിനും. ഇറ്റ്സ് മൈ പ്ലഷർ. താങ്ക് യു. മൈ ഡോക്ടറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.